സീസോ കോസ്മെറ്റിക്സിന്റെ പുതിയ ഫാക്ടറിയിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. 30ലേറെ വർഷങ്ങളായുള്ള മാനേജ്മെന്റിന്റെ ഒരു സ്വപ്നം അന്നവിടെ സാക്ഷാത്കരിക്കുകയാണ്. സന്തോഷവും ആഹ്ലാദവും ഏവരുടെയും മുഖങ്ങളിൽ വർണ്ണക്കടലാസുകൾ പോലെ തിളങ്ങി വിളങ്ങുന്നു. അതെ, അന്നായിരുന്നു ആ സുദിനം. എല്ലാ ജീവനക്കാർക്കും 2 നേരം സൗജന്യ ഭക്ഷണം ആരംഭിച്ച ദിവസം. സന്തോഷം നിറഞ്ഞ ആ രാത്രി ഓഫീസ് ഗ്രൂപ്പിൽ ജീവനക്കാർ പോസ്റ്റ് ചെയ്ത ചില വീഡിയോകൾ സന്തോഷത്തിനു മുകളിൽ വിങ്ങലായി സങ്കടമായി പെയ്തിറങ്ങി. 2ാം നിലയിലെ ക്യാന്റീനിലേക്ക് 2 ജീവനക്കാരുടെ സഹായത്തോടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന പാക്കിംഗ് സെക്ഷനിലെ ഒരു ജീവനക്കാരി. ജന്മന കാലുകൾക്ക് വൈകല്യമുള്ള ഷീല മാടസ്വാമി. മറ്റൊരു സീനിയർ ജീവനക്കാരി പടികളിൽ കൈകൾ ഊന്നി വളരെ വിഷമിച്ചു കയറുന്നു. എല്ലാ സന്തോഷവും അഭിമാനവും ഈ കാഴ്ചകൾ മായ്ച്ചു കളഞ്ഞു. മുഖ്യ ഫാക്ടറിയിൽ നിന്നും 100 മീറ്റർ അകലെയുള്ള കെട്ടിടത്തിലെ 2ാം നിലയിലായിരുന്നു ക്യാന്റീൻ നിർമ്മിച്ചത്. ഫാക്ടറിയിൽ നിന്നും കുത്തനെ ഒരു ഇറക്കം നടന്നിറങ്ങി നിരവധി പടികൾ കയറി വേണം ക്യാന്റീനിലെത്താൻ. വിഷമം സഹിച്ചും ക്യാന്റീനിലെത്തിയ ഈ ജീവനക്കാരുടെ വീഡിയോ ദൃശ്യങ്ങൾ കാര്യങ്ങളെ മാറ്റിമറിച്ചു. ഇത്തിയെന്ന നേരം വെളുത്തപ്പോൾ ഫാക്ടറിക്കും ക്യാന്റീനുമിടയിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സും JCBയും എല്ലാം നിരന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 20 ദിവസത്തിനകം 20 അടി ഉയരത്തിൽ 110 അടി നീളമുള്ള ഒരു പാലം ഉയർന്നുവന്നു. നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിബദ്ധതയുടെയും കരുത്തുറ്റ ഒരു പാലം. ഇന്നീ പാലം മാനേജ്മെന്റിനെയും ജീവനക്കാരെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹപ്പാലമാണ്. എൻ്റെ പേര് ഷീലയാണ്. എനിക്ക് പോളിയോയിൽ ഒരു കാല് വയ്യാത്തതാണ്. ഞാൻ 2-3 സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് ജോലി കിട്ടിയില്ലായിരുന്നു. അങ്ങനെ സിസോയിൽ വന്നപ്പോൾ മാഡം ചോദിച്ച് എന്ത് ജോലി ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ജോലിയും ചെയ്യാം മാഡം എന്ന് പറഞ്ഞ് സന്തോഷത്തിലൂടെ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഫുഡ് കഴിക്കാൻ കുറേ സ്റ്റെപ്പ് കയറി ഒരാളെ സഹായത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ റാണി ചേച്ചി ജോലി ചെയ്യുന്ന സ്റ്റാഫ്. അതുപോലെ തന്നെ ഈ പാലം വന്നതിന് ശേഷം ഞാൻ ആരും സഹായം ഇല്ലാതെ സ്വന്തമായിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് വരുന്നത്. അതിനെനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പേര് റാണി. ഞാൻ HR മാനേജറാണ്. കഴിഞ്ഞ 28 വർഷത്തോളമായി ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷ വർത്തമാനം ഉണ്ടായി. കാരണം എല്ലാ ജീവനക്കാർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നു. പക്ഷേ ആ സ്റ്റെപ്പ് കണ്ടപ്പോൾ കയറാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ 2 ദിവസം വല്ലതിനും കയറി, കുഴപ്പമില്ലാതെയൊക്കെ കയറി. പക്ഷെ പിന്നെ എനിക്ക് കയറാൻ പറ്റാതെയായി. കാരണം 18ാം പടിയായിരുന്നു ആ സ്റ്റെപ്പ്. കയറാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വിഷമം മനസ്സിലാക്കിയിട്ടായിരിക്കണം മാനേജ്മെന്റ് അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയുണ്ടായി. ഒരു പാലം പണിയാനായിട്ട് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു പാലം പണിത് തന്നു. ഇപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ആ പാലത്തിൽ കൂടെ തന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങി ആ പാലത്തിൽ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാൻ വരാം. അതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. ഈ പാലത്തിന്റെ തണലിലൂടെ ജീവനക്കാർ 2 നേരം ഭക്ഷണം കഴിക്കാൻ വരുന്ന കാഴ്ച ഹൃദയം കവരുന്നു. 60 ജീവനക്കാരുള്ള ഈ ഫാക്ടറിയിൽ ഉച്ചഭക്ഷണവും വൈകിട്ട് ലഘുഭക്ഷണവും നൽകി വരുന്നു. അതും എല്ലാ ജീവനക്കാർക്കും തികച്ചും സൗജന്യമായി.